വെൽക്കം ടു ലേൺ 360. ഇന്നത്തെ എൻ്റെ വീഡിയോ 7ാം സ്റ്റാൻഡേർഡ് SCERT ബേസിക് സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. ഞാൻ ഇതിനു മുന്നേ 5ാം സ്റ്റാൻഡേർഡിൻ്റെയും 6ാം സ്റ്റാൻഡേർഡിൻ്റെയും സോഷ്യൽ സയൻസും ബേസിക് സയൻസും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അത് നിങ്ങൾ തീർച്ചയായും കണ്ടു നോക്കുക. അതിനുശേഷം മാത്രമേ 7ാം സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിൻ്റെ വീഡിയോസ് കണ്ടു തുടങ്ങാവൂ. കാരണം ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാം തന്നെ കണ്ടിന്യൂവേഷൻ ആണ് 7th സ്റ്റാൻഡേർഡിൽ വരുന്നത്. സോ നിങ്ങൾ തീർച്ചയായും ആ വീഡിയോസ് കണ്ടു നോക്കാം. ഞാൻ ഈ ചാപ്റ്ററിൽ ആക്ടിവിറ്റീസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് കരുതുന്നു. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസും ലഭിക്കുന്നതാണ്. സോ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ മണ്ണിൽ പൊന്നു വിളയിക്കാം. പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ് എന്താണ്? കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്താണ്? മുകുളമൊട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിംഗ് എന്താണ്? അതുപോലെ വർഗസങ്കരണം, വിളപരിപാലനം, ജൈവ കൃഷിയുടെ പ്രാധാന്യങ്ങൾ, ജൈവ കീടനാശിനികളുടെ ഉപയോഗം, ഇതൊക്കെയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമതായിട്ട് കാർഷിക രംഗത്ത് മികച്ച രീതിയിൽ ഉൽപ്പാദനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് വളക്കൂറുള്ള മണ്ണ്, രണ്ടാമതായിട്ട് അനുയോജ്യമായ കാലാവസ്ഥ, മൂന്നാമതായിട്ട് നല്ല വിത്തുകൾ, നാലാമതായിട്ട് പരിചരണം. അപ്പോൾ കാർഷിക രംഗത്ത് മികച്ച രീതിയിൽ ഉൽപ്പാദനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ട ഘടകങ്ങളാണ് വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, നല്ല വിത്തുകൾ, പരിചരണം മുതലായവ. അടുത്തത് പാകി മുളപ്പിക്കൽ. വെണ്ട, പയർ തുടങ്ങിയവയിൽ നിന്ന് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. എന്നാൽ അതിനേക്കാൾ ചെറിയ വിത്തുകളിൽ നിന്ന് നല്ല വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കും? വിത്ത് പാകി മുളപ്പിച്ച് അവയിൽ നിന്ന് മികച്ച തൈകൾ പറിച്ചു നടുന്ന രീതിയാണ് വഴുതന കൃഷിയിൽ ചെയ്യാറുള്ളത്. ഇനി നമുക്ക് പാകി മുളപ്പിക്കൽ എന്താണെന്ന് മനസ്സിലാക്കാം. വിത്തുകൾ പാകിയാണ് മുളപ്പിക്കുന്നത്. അവയിൽ ചില സസ്യങ്ങൾ പാകിയ വിത്തുകൾ മുളച്ചു അങ്ങനെ തന്നെ വളരുന്നു. എന്നാൽ മറ്റു ചിലത് മുളച്ചതിന് ശേഷം മാത്രം നടുന്നു. ഒന്നും കൂടെ പറയാം. വിത്തുകൾ പാകി മുളപ്പിക്കുന്നു. അവയിൽ ചില സസ്യങ്ങൾ പാകിയ വിത്തുകൾ മുളച്ച് അങ്ങനെ തന്നെ വളരുന്നു. എന്നാൽ മറ്റു ചിലത് മുളച്ചതിന് ശേഷം മാറ്റി നടുന്നു. അടുത്തത് ഇനി നമുക്ക് ആക്ടിവിറ്റീസിൽ നിന്നുള്ള ഒരു ചോദ്യം നോക്കാം. പാകിയ വിത്തുകളിൽ നിന്നും നേരിട്ട് വളരുന്നതും തൈകൾ പറിച്ചു മാറ്റാവുന്നതുമായ സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തൈകൾ പറിച്ചു നടുന്നവയാണ് നെല്ല്, വഴുതന, മുളക്, തക്കാളി, കടുക്. എന്നാൽ നേരിട്ട് വിത്ത് പാകി വളരുന്നവയാണ് പയർ, വെണ്ടയ്ക്ക, മത്തൻ, വെള്ളരി, പാവയ്ക്ക മുതലായവ. അപ്പോൾ ഒന്നും കൂടെ പറയാം. തൈകൾ പറിച്ചു നടുന്നവയാണ് നെല്ല്, വഴുതന, മുളക്, തക്കാളി, കടുക് മുതലായവ. നേരിട്ട് വിത്ത് പാകി വളരുന്നവയാണ് പയർ, വെണ്ടയ്ക്ക, മത്തൻ, വെള്ളരി, പാവയ്ക്ക മുതലായവ. അടുത്തത് തണ്ട് മുറിച്ചു നടൽ. വിത്ത് മുളച്ചുണ്ടാവുന്ന സസ്യങ്ങളും മറ്റു ഭാഗങ്ങൾ മുളച്ചുണ്ടാവുന്ന സസ്യങ്ങളും മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സസ്യങ്ങളുടെ വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്നാൽ സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്നതാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. മരിച്ചീനി, മധുരക്കിഴങ്ങ് എന്നിവ തണ്ട് മുറിച്ചാണ് നടുന്നത്. അതിനാൽ അവ കായിക പ്രജനനത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നതാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കായിക പ്രജനനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് മരിച്ചീനി, മധുരക്കിഴങ്ങ്. അടുത്തത് പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ്. സാധാരണയായി പേരയുടെ കൊമ്പ് മുറിച്ച് നട്ടാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് പലതരം മാർഗങ്ങളാണ് ഉള്ളത്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ്. ആദ്യം നമുക്ക് ലെയറിംഗ് എന്താണെന്ന് ഈ ചിത്രത്തിൽ കൂടി മനസ്സിലാക്കാം.
ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാനാണ്. ഇത് തിയറി പാർട്ടായിട്ട് പഠിക്കണ്ട. പക്ഷെ ചിലപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇത് ബേസിക്കായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നമുക്ക് നോക്കാം. തൈ ഉൽപ്പാദിപ്പിക്കേണ്ട ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക. കൊമ്പ് പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം. പ്രധാന തടിയിൽ നിന്നുള്ള കൊമ്പുകളാണ് ഉത്തമം. ഇവിടെ കാണിച്ചിട്ടുണ്ട് അത്. കൊമ്പിൽ 1 സെൻറ്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റുക. അടുത്തത്, തൊലി ചെത്തി മാറ്റിയ ഭാഗത്ത് ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം ചെറിയ നനവോടെ വെച്ച് കെട്ടുക. അതിനുശേഷം പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയുക. രണ്ടറ്റത്തും ചാക്കുനൂൽ ഉപയോഗിച്ച് കെട്ടുക. ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നനയ്ക്കണം. 2 മാസത്തിനകം ധാരാളം വേരുകൾ ഉണ്ടാകും. അതിനുശേഷം കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടാറാകുന്നത് വരെ ചട്ടിയിൽ സംരക്ഷിക്കണം. ഇങ്ങനെയാണ് ലെയറിംഗ് അല്ലെങ്കിൽ പതിവയ്ക്കൽ ചെയ്യുന്നത്. പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട എന്നിവയിൽ പതിവയ്ക്കൽ ഫലപ്രദമാണ്. ഒന്നുകൂടെ പറയാം. പിച്ചി, മുല്ല, റോസ്, ചെമ്പരത്തി, കശുമാവ്, സപ്പോട്ട എന്നിവയിൽ പതിവയ്ക്കൽ ഫലപ്രദമാണ്. മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് വളച്ചു വെച്ചും പതിവയ്ക്കാറുണ്ട്. മണ്ണിനോട് ചേർന്ന് വളരുന്ന കൊമ്പുകൾ മണ്ണിലേക്ക് വളച്ചു വെച്ചും പതിവയ്ക്കാറുണ്ട്. ഇനി പതിവയ്ക്കലുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിക്ക ചെടികളും പതിവെച്ച് വളർത്താം. വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം പതിവെച്ചുണ്ടാവുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. വലിപ്പവും കുറവായിരിക്കും. ഇത് മനസ്സിലാക്കേണ്ട പോയിന്റാണ്. വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടിയുടെ അത്ര ആയുർദൈർഘ്യം പതിവെച്ചുണ്ടാവുന്ന ചെടികൾക്ക് ഉണ്ടായിരിക്കില്ല. വലിപ്പവും കുറവായിരിക്കും. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങൾ ഇവയ്ക്കുണ്ടാകും. രോഗബാധയുള്ള ചെടികളിൽ പതിവെച്ചാൽ പുതിയ ചെടികൾക്കും രോഗമുണ്ടാകും. വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇത് മനസ്സിലാക്കിയിരിക്കുക ഈ പോയിന്റ്. വിത്ത് മുഖേന ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. തായ് വേരുപടലം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമായി വരുന്നു. അപ്പോൾ ഇത്രയുമാണ് പതിവയ്ക്കലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്. ഒന്നാമത്തെ മെത്തേഡാണ് പതിവയ്ക്കൽ അല്ലെങ്കിൽ ലെയറിംഗ്. രണ്ടാമത്തെ മെത്തേഡാണ് കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ്. ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കൊമ്പൊട്ടിക്കൽ. പണ്ടുമുതൽ നാം ചെയ്തു വരുന്ന ഒരു രീതിയാണ് ഇത്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നതിനെയാണ് കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നതിനെയാണ് കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാന്ഡം എന്ന് പറയുന്നു. ഇവിടെ ഈ ചെടിയിൽ കാണിച്ചിട്ടുണ്ട്. ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെയാണ് സ്റ്റോക്ക് അല്ലെങ്കിൽ മൂലകാന്ഡം എന്ന് പറയുന്നത്. അടുത്തത്, ഒട്ടിക്കുന്ന കൊമ്പിനെയാണ് സയൺ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഒട്ടിക്കുന്ന കമ്പ്. അപ്പോൾ ഈ കൊമ്പിനെയാണ് സയൺ അല്ലെങ്കിൽ ഒട്ടുകമ്പ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒട്ടിക്കലിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയാണ്. എന്നാൽ സയൺ എന്ന് പറഞ്ഞാൽ ഒട്ടിക്കുന്ന കമ്പിനെയാണ് പറയുന്നത്. അടുത്തത്, നാടൻ മാവിൻ്റെ തൈയിൽ നീലം, മൽഗോവ തുടങ്ങിയ ഇനം മാവുകളുടെ കൊമ്പുകൾ ഒട്ടിക്കാറുണ്ട്. ഇവിടെ നാടൻ മാവിൻ്റെ തൈ സ്റ്റോക്കും മൽഗോവയുടെ കൊമ്പ് സയണുമാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് കൊമ്പൊട്ടിക്കൽ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതെന്ന് ഈ ചിത്രത്തിലൂടെ മനസ്സിലാക്കാം. ഒന്നാമത്തെ ചിത്രം കാണിച്ചിരിക്കുന്നത് സയണിലും സ്റ്റോക്കിലും 3.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വശത്തു നിന്ന് തൊലി ചെത്തി നീക്കുക. അടുത്തത്, ഒട്ടിക്കേണ്ട കൊമ്പ് വളച്ച് സ്റ്റോക്കിനോട് ചേർത്ത് വെക്കുക. സയണിലെയും സ്റ്റോക്കിലെയും മുറിപ്പാടുകൾ ചേർത്ത് വെച്ച് ചാക്കുനൂലുകൊണ്ട് വരിഞ്ഞു കെട്ടുക. അടുത്തത്, മെഴുകു തുണിയോ പ്ലാസ്റ്റിക് നാടയോ ഉപയോഗിച്ച് നന്നായി പൊതിയുക. 1 മാസം കഴിയുമ്പോൾ കെട്ടിനു മുകളിൽ സ്റ്റോക്കും കെട്ടിനു താഴെ സയണും പകുതി മുറിക്കുക. 1 മാസം കൂടി കഴിയുമ്പോൾ പൂർണ്ണമായും മുറിച്ചു മാറ്റുക. നന്നായി വളരാൻ തുടങ്ങുമ്പോൾ അനുയോജ്യമായ സ്ഥലത്ത് മാറ്റി നടാവുന്നതാണ്. സ്റ്റോക്കിൽ നിന്ന് ശിഖരങ്ങൾ വളരുന്നുണ്ടെങ്കിൽ അവ മുറിച്ച് മാറ്റണം. ചിലപ്പോൾ എക്സാമിന് ചെയ്യുന്ന രീതിയെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ട് അത് ഏത് മെത്തേഡാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്
ഓരോ മെത്തേഡും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഇത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത് മറന്നു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. സോ നമുക്ക് അടുത്തത് നോക്കാം. മുകുളം ഒട്ടിക്കൽ. ഈ പ്രവർത്തനത്തിൽ ഒരു ചെടിയിൽ മറ്റൊരു ചെടിയുടെ കൊമ്പൊട്ടിക്കുന്നതിന് പകരം മുകുളമാണ് ഒട്ടിക്കുന്നത്. മുകുളം എന്ന് പറഞ്ഞാൽ ബഡാണ്. ഒരു പൂച്ചെടിയിൽ പല നിറം പൂക്കൾ ഉണ്ടാകുന്നതിന് ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഞാൻ ഈ പറഞ്ഞത്. പല നിറം പൂക്കൾ ഉണ്ടാകുന്നതിന് ഏത് രീതിയാണ് ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം വരാം. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് മുകുളം ഒട്ടിക്കൽ അല്ലെങ്കിൽ ബഡ്ഡിംഗ്. നാടൻ ഇനങ്ങളിൽ മറ്റിനങ്ങളുടെ മുകുളങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യാം. മുകുളം ഒട്ടിക്കൽ നടത്തുന്നത് എങ്ങനെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. നല്ല ഇനം ചെടിയിൽ നിന്ന് മുകുളം ചെത്തിയെടുക്കുക. മുകുളം ഒട്ടിക്കുന്ന ചെടിയിൽ ടി ആകൃതിയിൽ മുറിവുണ്ടാക്കി തൊലി വിടർത്തി വയ്ക്കുക. ടി ആകൃതിയുള്ള മുറിവിലെ തൊലിയിൽ മുകുളം തിരുകി വയ്ക്കുക. മുകുളം പുറത്തു കാണത്തക്ക വിധത്തിൽ പൊതിഞ്ഞു കെട്ടുക. മുകുളം നന്നായി വളരാൻ തുടങ്ങിയാൽ സ്റ്റോക്കിൻ്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റാം. അപ്പോൾ നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് വെള്ള റോസാപ്പൂ ഉണ്ടാവുന്ന ചെടിയിൽ ചുവന്ന റോസാപ്പൂ ഉണ്ടാവുന്നത്. അങ്ങനെ പലതരം റോസാപ്പൂക്കൾ ഉണ്ടാകുന്നു. അതുപോലെ ചുവന്ന ചെമ്പരത്തിയിൽ പലതരം നിറത്തിലുള്ള ചെമ്പരത്തികൾ വളരുന്നു. ഇതൊക്കെ ബഡ്ഡിങ്ങിൻ്റെ ഉദാഹരണങ്ങളാണ്, അല്ലെങ്കിൽ മുകുളം ഒട്ടിക്കലിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത നോക്കാം. ഗുണങ്ങൾ ചേർന്നാൽ. ഒരേ ഇനത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ സസ്യങ്ങളെ ഒരുമിച്ചു ചേർത്ത് പുതിയ മികച്ച തൈച്ചെടികൾ ഉണ്ടാകുന്ന രീതികളാണ് നാം ഇതുവരെ പരിചയപ്പെട്ടത്. മികച്ച വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ ഇനിയും മാർഗങ്ങളുണ്ട്. അതിലൊരു ഉദാഹരണമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ വെസ്റ്റ് കോസ്റ്റ് ടാളിൻ്റെ ചിത്രവും രണ്ടാമത്തേതിൽ ചാവക്കാട് ഓറഞ്ച് എന്ന തെങ്ങിൻ്റെ ചിത്രവുമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും വ്യത്യസ്ത ഇനം തെങ്ങുകളാണ്. ഇനി ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി നൽകിയിരിക്കുന്ന വെസ്റ്റ് കോസ്റ്റ് ടാളിൻ്റെ ചിത്രവും രണ്ടാമതായി നൽകിയിരിക്കുന്നത് ചാവക്കാട് ഓറഞ്ചിൻ്റെ ചിത്രവുമാണ്. ഇത് രണ്ടും വ്യത്യസ്ത ഇനം തെങ്ങുകളുടെ ചിത്രങ്ങളാണ്. ഇനി ആദ്യത്തേത് നമുക്ക് നോക്കാം. നീളം കൂടിയ ഇനം അല്ലെങ്കിൽ ടോൾ. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കാം. 20 മുതൽ 30 മീറ്റർ ഉയരമുണ്ടാകും. 6 മുതൽ 10 വർഷം വരെ കായ്ഫലമുണ്ടാകും. 80 മുതൽ 100 വർഷം വരെ ആയുസ്. പച്ച നിറമുള്ള തേങ്ങ. പ്രധാന ഇനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടോൾ, ലക്ഷദ്വീപ് ഓർഡിനറി. പ്രധാന ഇനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടോൾ, ഈസ്റ്റ് കോസ്റ്റ് ടോൾ, ലക്ഷദ്വീപ് ഓർഡിനറി. ഇനി അടുത്തത് നീളം കുറഞ്ഞ ഇനം അല്ലെങ്കിൽ ഡോർഫിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 8 മുതൽ 10 മീറ്റർ വരെ ഉയരം. 4 മുതൽ 5 വർഷത്തിനുള്ളിൽ കായ്ഫലം തരും. 30 മുതൽ 35 വർഷം വരെ ആയുസ്. മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറങ്ങളിലുള്ള തേങ്ങയാണ് നൽകുന്നത്. പ്രധാന ഇനങ്ങളാണ് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, ഗംഗ ബോന്തം. ഒന്നുകൂടെ പറയാം. പ്രധാന ഇനങ്ങളാണ് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, ഗംഗ ബോന്തം. നീളം കൂടിയ ഇനങ്ങൾക്കും നീളം കുറഞ്ഞ ഇനങ്ങൾക്കും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും. അതായത് പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ അതിന് പലതരം സവിശേഷതകളായിരിക്കും ഉണ്ടാകുന്നത്. ഇനി നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വർഗ സങ്കരണം അല്ലെങ്കിൽ ഹൈബ്രിഡൈസേഷൻ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തിയ പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. നമ്മൾ നേരത്തെ കണ്ട ഉദാഹരണമാണ്. ഒന്ന് നീളം കൂടിയതും ഒന്ന് നീളം കുറഞ്ഞതുമായിരുന്നു. അപ്പോൾ ഇവയുടെ സ്വഭാവ സവിശേഷതകൾ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെയുണ്ടാവുന്ന വിത്തുകളിൽ രണ്ടിനത്തിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങൾ ഉള്ളവയും ഉണ്ടാകാം. ഇതിൽ അനുഗുണമായ വിത്തുകൾ തിരഞ്ഞെടുക്കുക. അതായത് ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ ഉള്ളതുമായ ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെയുണ്ടാവുന്ന വിത്തുകളിൽ രണ്ടിനത്തിൻ്റെയും ഗുണങ്ങളുള്ളവയും ദോഷങ്ങളുള്ളവയും സമ്മിശ്ര ഗുണങ്ങളുള്ളവയും ഉണ്ടാകാം. ഇതിൽ അനുഗുണമായ വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. അടുത്തത് സങ്കര ഇനങ്ങൾ. സങ്കര ഇനം തെങ്ങ്. ചില സങ്കര ഇനം തെങ്ങുകളെ പരിചയപ്പെടാം. ചന്ദ്രലക്ഷ ഉൽപ്പാദിപ്പിക്കുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നാണ്. അതിലെ ലക്ഷദ്വീപ് ഓർഡിനറി ടോളും ചാവക്കാട് ഓറഞ്ച് ഡോർഫുമാണ്. അടുത്തത് ചന്ദ്രശങ്കര ഉൽപ്പാദിപ്പിക്കുന്നത് ചാവക്കാട് ഓറഞ്ചും വെസ്റ്റ് കോസ്റ്റ് ടോളും ചേർന്നാണ്. അതിൽ ചാവക്കാട് ഓറഞ്ച് ഡോർഫും വെസ്റ്റ് കോസ്റ്റ് ടോളുമാണ്. അടുത്തത് ലക്ഷഗംഗ ഉൽപ്പാദിപ്പിക്കുന്നത്
ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗബോന്തവും ചേർന്നാണ്. അതിൽ ലക്ഷദ്വീപ് ഓർഡിനറി ടോളും ഗംഗബോന്തം ഡോർഫുമാണ്. ഇവിടെ ചിത്രത്തിൽ ചന്ദ്രശങ്കര കാണിച്ചിട്ടുണ്ട്. നെല്ല്, പച്ചക്കറി തുടങ്ങിയവയിലും ഈ രീതിയിൽ മികച്ച വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചില വിത്തിനങ്ങൾ നമുക്കിനി നോക്കാം. ഒന്നാമതായിട്ട് നെല്ല്, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. അടുത്തത് പയർ, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. അടുത്തത് പച്ചമുളക്, ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പച്ചമുളകിൻ്റേതാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. അടുത്തത് വെണ്ട, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. അടുത്തത് വഴുതന, സൂര്യ, ശ്വേത, ഹരിത, നീലിമ. സൂര്യ, ശ്വേത, ഹരിത, നീലമ. അടുത്തത് തക്കാളി, മുക്തി, അനഘ, അക്ഷയ. മുക്തി, അനഘ, അക്ഷയ. സങ്കര ഇനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം കഴിഞ്ഞ VU എക്സാമിന് സങ്കര ഇനത്തിൽ നിന്നും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. സോ ഇത് മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇവിടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. പവിത്ര, സൽകീർത്തി, ജ്യോതിക, നീലിമ, അനുഗ്രഹ, അക്ഷയ. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. കാർഷിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സാധ്യമാവേണ്ടത്? ഏതൊക്കെയാണെന്ന് നോക്കാം. മികച്ച ഉൽപ്പാദനം, വേഗത്തിൽ വിളവ് ലഭിക്കൽ, രോഗബാധ ഇല്ലാതിരിക്കൽ, കുറഞ്ഞ ചെലവിൽ പരിചരണം, മികച്ച വിത്ത് അല്ലെങ്കിൽ നടീൽ വസ്തു ലഭ്യമാക്കൽ. ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ഉൽപ്പാദനത്തിൽ പുതിയ കുതിപ്പുമായി പ്രിയങ്ക. പ്രിയങ്ക എന്ന് പറയുന്ന പാവലിൻ്റെ ഒരു സങ്കര ഇനമാണ്. കേരള കാർഷിക സർവകലാശാലയാണ് ഈ ഇനം വികസിപ്പിച്ചെടുത്തത്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. അപ്പോൾ പാവയ്ക്കയുടെ സങ്കര ഇനമാണ് പ്രിയങ്ക. പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്, കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തി, തൃശ്ശൂരിലാണ്. ഈ 2 പോയിന്റുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്തത് നമ്മുടെ നാട്ടിലെ ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് കേരള കാർഷിക സർവകലാശാല KAU മണ്ണുത്തി, തൃശ്ശൂരിലാണ്. അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI ശ്രീകാര്യം, തിരുവനന്തപുരം. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR കോഴിക്കോട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRII കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI കാസർഗോഡാണ്. പിന്നീടുള്ളത് കേരള സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ. ഒന്നുകൂടെ പറയാം. കേരള സർവകലാശാല KAU മണ്ണുത്തി, തൃശ്ശൂർ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI ശ്രീകാര്യം, തിരുവനന്തപുരം. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് IISR കോഴിക്കോട്. അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRII കോട്ടയം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI. അടുത്തത് കേരള സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ. അടുത്തത് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ഒന്നാമതായിട്ട് കേരള കാർഷിക സർവകലാശാലയാണ്. രണ്ടാമതായിട്ട് കേരള കാർഷിക സർവകലാശാല പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രമാണ്. അത് വാഴക്കുളത്താണ് ഉള്ളത്. മൂവാറ്റുപുഴ, എറണാകുളത്താണ് വാഴക്കുളം. അടുത്തത് ടിഷ്യൂ കൾച്ചർ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാം. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വിജയകരമായി ഉപയോഗിക്കുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ സവിശേഷതകളുള്ള 100 കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാമെന്നാണ് ഇതിൻ്റെ സവിശേഷത. അടുത്തത് കൃഷിരീതികൾ. മികച്ച നടീൽ വസ്തുക്കൾ തയ്യാറാക്കുന്നതിനുള്ള ആധുനിക മാർഗങ്ങളാണ് നാം ഇതുവരെ കണ്ടുവന്നത്. വളക്കൂറില്ലാത്ത മണ്ണിൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിച്ചാലും കാര്യമായ വിളവ് ലഭിക്കണമെന്നില്ല. മണ്ണിൻ്റെ ഗുണമേന്മയാണ് ചെടിയുടെ ആരോഗ്യം. വിളവെടുപ്പ് കഴിഞ്ഞാൽ സസ്യാവശിഷ്ടങ്ങൾ കൃഷിയിടങ്ങളിൽ നിക്ഷേപിക്കുന്നത് കൊണ്ട് പല നേട്ടങ്ങളാണ് ഉള്ളത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരു സസ്യാവശിഷ്ടം മണ്ണിൽ നൽകുന്നതല്ല മറ്റൊരു സസ്യാവശിഷ്ടം നൽകുന്നത്. വൈവിധ്യമാർന്ന സസ്യാവശിഷ്ടങ്ങൾ എത്രമാത്രം മണ്ണിൽ വീണ് ജീർണിക്കുന്നുവോ അത്രമാത്രം ഗുണമേന്മ മണ്ണിന് ലഭിക്കും. കൃഷിയിൽ പരമാവധി വൈവിധ്യം ഉറപ്പാക്കുന്നതിന് കർഷകർ സ്വീകരിച്ചു വരുന്ന ചില രീതികളുണ്ട്. അതിനുദാഹരണങ്ങളാണ്
ഇടവിള, വിളപര്യായം മുതലായവ. ഇനി നമുക്കിതിൽ ഇടവിള എന്താണെന്ന് മനസ്സിലാക്കാം. പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള അല്ലെങ്കിൽ ഇന്റർ കോർപ്പ് എന്ന് പറയുന്നത്. എന്ന് പറയാം, ഇടവിള എന്ന് പറഞ്ഞാൽ പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള അല്ലെങ്കിൽ ഇന്റർ ക്രോപ്പ് എന്ന് പറയുന്നത്. മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്താൻ ഇത് സഹായകമാണ്. അടുത്തത് വിളപര്യായം. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യായം. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യായം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യാറുണ്ട്. ഇത് വിളപര്യായത്തിന് ഉദാഹരണങ്ങളാണ്. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യാറുണ്ട്. ഇത് വിളപര്യായത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ലെഗൂമിനസ് പ്ലാന്റ്സ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിവില്ല. ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. എന്നാൽ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി മാറ്റാൻ കഴിവുണ്ട്. ഇത്തരം ബാക്ടീരിയകളിൽ ഒന്നാണ് റൈസോബിയം. പയർ, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ ഇവ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കുന്നു. ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ സസ്യപോഷകങ്ങൾ മണ്ണിൽ ചേരുന്നു. അടുത്തത് വിള പരിപാലനം. ഇനി നമുക്ക് ഫുക്കുവോക്ക പറയുന്നത് എന്താണെന്ന് നോക്കാം. മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിസ്ഥിതി നശീകരണം നിർത്തിയാലേ മനുഷ്യരാശിയടക്കം സകല ജീവജാലങ്ങൾക്കും രക്ഷയുള്ളൂ. രാസവള പ്രയോഗത്താൽ പ്രാണനറ്റ മണ്ണിന് മൃതസഞ്ജീവിനിയാണ് ജൈവവളങ്ങൾ. അതായത് രാസപ്രയോഗത്താൽ പ്രാണനറ്റ മണ്ണിന് മൃതസഞ്ജീവിനിയാണ് ജൈവവളങ്ങൾ. ഇത് ജീവന്റെ സഞ്ചാരം ത്വരിതപ്പെടുത്തുകയും മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുകയും ചെയ്യും. മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല, വിള ഭൂമിയാക്കുകയാണ് വേണ്ടത്. ഇതാണ് ഫുക്കുവോക്ക പറയുന്നത്. മസനോബു ഫുക്കുവോക്ക ജൈവകൃഷി ഗവേഷകനാണ്. ജപ്പാനിലെ ജൈവകൃഷി ഗവേഷകനാണ് മസനോബു ഫുക്കുവോക്ക. അടുത്തത് ജൈവ കീടനാശിനികൾ അല്ലെങ്കിൽ ബയോപെസ്റ്റിസൈഡ്സ്. ഒന്നാമതായിട്ട് പുകയില കഷായം. 1 കിലോഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 15 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കുക. ഇത് അരിച്ചെടുത്ത് അതിൽ 100 ഗ്രാം ബാർ സോപ്പ് ചീകിയിട്ട് ഇളക്കി ലയിപ്പിക്കുക. പുകയില കീടനാശിനി തയ്യാറായി. ഇതിൽ ഇരട്ടിയോളം വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിപ്പിക്കാം. അടുത്തത് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക്, ആവണക്കിൻ പിണ്ണാക്ക് എന്നിവ മണ്ണിൽ ചേർക്കുന്നത് വേരുകളെ ആക്രമിക്കുന്ന വിരകളെ നിയന്ത്രിക്കാൻ സഹായിക്കും. വേപ്പിൻ പിണ്ണാക്ക്, ആവണക്കിൻ പിണ്ണാക്ക് എന്നിവ മണ്ണിൽ ചേർക്കുന്നത് വേരുകളെ ആക്രമിക്കുന്ന വിരകളെ നിയന്ത്രിക്കാൻ സഹായിക്കും. അടുത്തത് വേപ്പെണ്ണ എമൾഷൻ. 60 ഗ്രാം സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. ഇത് 1 ലിറ്റർ വേപ്പെണ്ണയുമായി ചേർത്തിളക്കുക. 10 ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിക്കാം. ഇത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. മെയിനായിട്ട് 3 പെസ്റ്റിസൈഡ്സിൻ്റെയും പേര് മനസ്സിലാക്കി വയ്ക്കുക. പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൾഷൻ. അടുത്തത് ജൈവ കീടനാശിനികൾ അല്ലെങ്കിൽ ബയോപെസ്റ്റിസൈഡ്സ്. അതിൽ ജൈവ വളങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചാണകം, പച്ചിലവളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി. ഒന്നുകൂടെ പറയാം. ചാണകം, പച്ചിലവളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ജൈവവളങ്ങൾ. അടുത്തത് ഭക്ഷ്യവിളകൾ മാത്രമല്ല നാം കൃഷി ചെയ്യുന്നത്, മറ്റു വിളകളും നാം കൃഷി ചെയ്യാറുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് പരുത്തി, ചണം, കയർ മുതലായവ. അതുപോലെ പുഷ്പങ്ങളുടെ കൃഷി, തേയില കൃഷി, അലങ്കാര സസ്യങ്ങളുടെ കൃഷി, ഇവയെല്ലാം തന്നെ മറ്റ് കൃഷികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് പരുത്തി അല്ലെങ്കിൽ കോട്ടൺ എന്താണെന്ന് നോക്കാം. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ് പരുത്തി. പൂർണ്ണ വളർച്ചയെത്തിയ പരുത്തിക്കായിൽ നിന്ന് പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കുന്നു. പഞ്ഞിയിൽ നിന്ന് നൂലുണ്ടാക്കുന്നു. പഞ്ഞിക്കുരു കാലിത്തീറ്റയായി ഉപയോഗിക്കാം. പഞ്ഞിയിൽ നിന്ന് നൂലുണ്ടാക്കുന്നു. പഞ്ഞിക്കുരു കാലിത്തീറ്റയായി ഉപയോഗിക്കാം. പരുത്തിക്കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ
വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പരുത്തിക്കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ചണം അല്ലെങ്കിൽ ജൂട്ട്. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചണച്ചെടിയിൽ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ചണക്കെട്ടുകൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് അഴുകിയതിനു ശേഷം തല്ലിച്ചതച്ച് നാരുകൾ വേർപെടുത്തുന്നു. നാം ഉപയോഗിക്കുന്ന ചാക്കുനൂൽ ചണനാരുകളാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ചണക്കെട്ടുകൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് അഴുകിയതിനു ശേഷം തല്ലി ചതച്ച് നാരുകൾ വേർപെടുത്തുന്നു. നാം ഉപയോഗിക്കുന്ന ചാക്കുനൂൽ ചണനാരുകളാണ്. അടുത്തത് കയർ അല്ലെങ്കിൽ കൊയർ. നാളികേര തൊണ്ടുകൾ വെള്ളത്തിലിട്ട് കുതിർക്കുന്നു. പിന്നീട് തൊണ്ടു തല്ലി നാരുകൾ വേർതിരിച്ചെടുക്കുന്നു. ഇവ പിരിച്ച് പലതരം കയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. അടുത്തത് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഈ ചിത്രത്തിൽ കാലി വളർത്തുന്നുണ്ട്, നെൽകൃഷി ചെയ്യുന്നുണ്ട്, വീട്ടിലെയും കൃഷിസ്ഥലത്തെയും ജൈവാവശിഷ്ടങ്ങൾ ഉപയോഗിക്കുന്നു, പലതരം പച്ചക്കൃഷികൾ ഉപയോഗിക്കുന്നുണ്ട്, താറാവിനെ വളർത്തുന്നു, മത്സ്യങ്ങളെ വളർത്തുന്നു. ഇങ്ങനെ പലതരം മേഖലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന കൃഷിരീതിയെയാണ് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതായത് ഒന്നിലധികം കൃഷികളെ ഒരുപോലെ പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഒന്നിലധികം കൃഷികളെ ഒരുപോലെ പരസ്പരം ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്നതിനെയാണ് സംയോജിത കൃഷി അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണമാണ് താറാവ് കൂട് മത്സ്യക്കുളത്തിന് മുകളിൽ വയ്ക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. താറാവ് ഉപേക്ഷിക്കുന്ന തീറ്റ മത്സ്യങ്ങൾക്ക് ലഭിക്കും. താറാവിൻ്റെ കാഷ്ടം ജലസസ്യങ്ങളുടെ വർധനവിന് കാരണമാകും. ജലസസ്യങ്ങൾ മത്സ്യങ്ങളുടെ ആഹാരമാണ്. ജലാശയത്തിലെ കീടങ്ങൾ, പായലുകൾ, ഒച്ച്, തവളക്കുഞ്ഞുങ്ങൾ എന്നിവ താറാവിന് ഭക്ഷണമായി ലഭിക്കുന്നു. ഇങ്ങനെ പരസ്പരം ബന്ധിപ്പിച്ചാണ് ഇവിടെ അവർ ജീവിക്കുന്നത്. അടുത്തത് കൃഷിയും കന്നുകാലി വളർത്തലും. കൃഷിയും കന്നുകാലി വളർത്തലും കേരളത്തിൽ പരമ്പരാഗതമായി നിലനിന്നിരുന്ന സംയോജിത കൃഷിരീതിയാണ്. നെൽകൃഷിയോടൊപ്പം പശുക്കളെയും എരുമകളെയും വളർത്താം. തെങ്ങിൻ തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യാം. തെങ്ങിൻ തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ തീറ്റപ്പുല്ല് കൃഷി ചെയ്യാം. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോൽ, നെല്ല് കുത്തിയതിനു ശേഷം ലഭിക്കുന്ന തവിട് എന്നിവ കന്നുകാലികൾക്ക് തീറ്റയായി നൽകാം. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോൽ, നെല്ല് കുത്തിയതിനു ശേഷം ലഭിക്കുന്ന തവിട് എന്നിവ കന്നുകാലികൾക്ക് തീറ്റയായി നൽകാം. തെങ്ങിൻ തോപ്പിൽ ആട്, താറാവ്, കോഴി എന്നിവയെ വളർത്താം. ഇത്തരത്തിലുള്ള സാധ്യതകൾ വളർത്തുന്നതിലൂടെ നമുക്ക് വൻ നേട്ടമാണ് കൃഷി മേഖലയിൽ ഉണ്ടാകുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാന പോയിൻറ്റ്സ്. ഞാനിതിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ചാനൽ പരിചയപ്പെടുത്തുക. ബേസിക് സയൻസിൻ്റെ അടുത്ത ചാപ്റ്റർ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്, ആൻഡ് ഡോണ്ട് ഫൊർഗെറ്റ് ടു ക്ലിക്ക് ദ ബെൽ ഐക്കൺ. താങ്ക് യു.